RN ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘു നിങ്ങൾക്കൊപ്പം. ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത അറിയുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് കാലത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും എല്ലാം വിരാമമിട്ടുകൊണ്ട് ഇന്ന് വട്ടനാത്രയിൽ നിന്നും പൂക്കോട്ടേക്ക് വരുന്ന ആ പാടത്തിൻ്റെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം PWDയുടെ പ്രവർത്തന രീതി അനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് അവർക്ക് സ്ഥലം വിട്ടുകൊടുക്കാനുള്ള അംഗീകാരം സ്വത്തുടമകളിൽ നിന്നും കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു സന്തോഷ വാർത്ത, നമ്മളുടെ ബഹുമാനപ്പെട്ട MLA KK രാമചന്ദ്രൻ അവർകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും നമുക്ക് 6.5 കോടി രൂപയാണ് നമ്മൾക്ക് നമ്മുടെ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അത് വട്ടനാത്ര മുതൽ വരാക്കര വരെ ഏകദേശം 3.7 കിലോമീറ്റേഴ്സാണ് വരുന്നത്. ആ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് BM&BC എന്ന ഒരു പുതിയ രീതിയാണ്. മക്കാഡം ബിറ്റമിൻ കോൺക്രീറ്റ്, ഈ രീതിയിലുള്ള ഒരു നിർമ്മാണത്തിനാണ് ഇത് അനുമതി ലഭിച്ചിരിക്കുന്നത്. PWD ഇതിന് അംഗീകാരം തന്നു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആലോചനാ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നന്ദി പറയേണ്ടത് ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വട്ടനാത്ര പാടത്തിൻ്റെ ഭാഗത്തു നിന്നും സ്വത്തുടമകൾ അവരുടെ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധരാവുകയും അതുപോലെ തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട MLA ശബരിമല ഫണ്ടിൽ നിന്നും നമ്മൾക്ക് വേണ്ടി ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി വട്ടനാത്ര മുതൽ വരാക്കര വരെ ഉള്ള ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വളരെ പരിപൂർണമായ സമ്മതത്തോടുകൂടി മനസ്സ് നിറഞ്ഞുകൊണ്ട് അദ്ദേഹം അനുവദിച്ചു തന്ന ഈ ഫണ്ടിനും നമ്മൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇവിടെല്ലാം തർക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം. എല്ലാവർക്കും വികസനം വേണം. പക്ഷേ വികസനം വാക്കുകളിൽ മാത്രമല്ല, വികസനം പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കണം ഈ ഒരു പ്രൊജക്റ്റ്. നല്ലവരായ നാട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഒരു സുവർണാവസരം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾക്ക് ഗവൺമെൻറ് നൽകിയ ഈ ഒരു അംഗീകാരം, അതല്ലെങ്കിൽ ഈ സ്വത്തുടമകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ദേശത്തിന് വേണ്ടി, നമ്മളുടെ നാടിന് വേണ്ടി ഇത്രയും സഹകരിച്ച അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങുന്നത്. ഇതോടൊപ്പം നമ്മൾക്ക് നന്ദി പറയേണ്ടതുണ്ട് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഈ സ്വത്തുടമകൾ, ഈ പാടത്തിൻ്റെ സ്വത്തുടമകളിൽ നിന്നും കൂടുതൽ സംസാരിക്കുകയും ചർച്ച